നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഒരു താരത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. താരമെന്ന് പറയുമ്പോൾ പലർക്കും കാണുമ്പോൾ ഇത് കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സിനിമാ നടനാണോ എന്നൊക്കെ തോന്നിക്കാം. കാഴ്ചയിലൊക്കെ സിനിമാ നടൻ്റെ രൂപഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം നമ്മളെല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ എഴുതിയ ആളാണ് വിനായക് ശശികുമാർ. നമസ്കാരം വിനായക. താങ്ക് യു. അപ്പോൾ വിനായകനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര ആരാധകനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര രസകരമായ പാട്ടുകൾ, എത്ര തരത്തിലുള്ള പാട്ടുകൾ, അത് മെലഡി ആയാലും അതുപോലെ തന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും എല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് വിനായകാണ്. ഇപ്പം ആരാധികയെ പോലുള്ളൊരു പാട്ടെടുത്താൽ അത് എഴുതിയത് വിനായകാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ബനാനെ നോക്കിയാൽ അത് എഴുതിയത് വിനായകാണ്. അങ്ങനെ എന്തും എഴുതും, എന്തും ഹിറ്റാക്കും എന്നുള്ള ഒരു രീതിയാണ് വിനായകൻ്റെ കാര്യത്തിൽ കാണുന്നത്. അപ്പോൾ വിനായക് അടുത്ത കാലത്ത് ഒരു പുതിയ അല്ല കേട്ടോ, ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വോൾവോ XC60 എടുത്തു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നണിയിൽ ഞാനും ഉണ്ട് എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. കാരണം അടുത്ത കാലത്ത് മറ്റൊരു ഗംഭീര സംഭവം വിനായക് ചെയ്തു. അത് റോസ്ലിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ കണ്ടു കാണും, ആ ഒരു സീരീസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് വിനായകാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ, ഗംഭീരമായിട്ടുണ്ട് റോസ്ലിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങളൊരു ദിവസം എൻ്റെ വീട്ടിൽ വിനായക് വന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 10-20 ലക്ഷം രൂപ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ രാത്രി 2-3 മണിക്കൂർ ഒരുമിച്ചിരുന്ന സമയത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് 20 ലക്ഷത്തിൽ നിന്നും അത് കൂട്ടി 2-3 ഇരട്ടിയാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഈ വോൾവോ വാങ്ങിച്ചത്, അല്ലേ? അതുവരെ മനസ്സിൽ ഏത് വാഹനമായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കേട്ട് കേൾവി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വണ്ടി വരുന്നു, അപ്പോൾ ഇതുപോലത്തെ റേറ്റിൽ വാങ്ങിക്കുന്നതിന് പകരം ആ റേറ്റിൽ വണ്ടി വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബൈജുനോട് സംസാരിച്ചപ്പോഴേ അത് ഒരിക്കലും ചെയ്യേണ്ട, കുറച്ചുകൂടെ ബെറ്റർ കേരളത്തിൽ നിന്ന് തന്നെ വണ്ടി വാങ്ങിക്കുന്നതാണ് എന്ന് പറയുകയും കുറച്ചുകൂടെ ബഡ്ജറ്റ് കയറ്റി ചിന്തിച്ചൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു മറ്റേ വൈനോട്ട് മൊമെന്റ് എന്നൊരു വൈനോട്ട് മൊമെന്റ് ഉണ്ടാവുമല്ലോ, വൈനോട്ട് എന്ന് ആലോചിച്ച് ആ വയനാട്ടാണ് ഇത്. ആ വയനാട്ടാണ് ഈ ബാക്കി ഇരിക്കുന്ന വയനാട്ട്. പക്ഷേ എന്തായാലും ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഏതായാലും മലയാള സിനിമയിലെ ഏറ്റവും പ്രശ്നമായ ഗാന രചയിതാവാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല, നമുക്ക് കുറച്ച് സേഫായൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് വോൾവോയിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ വിനായകനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടി കുറച്ച് പാട്ടുകളുടെ ലിസ്റ്റ് പറയാം. ഞാൻ രാവിലെ കുത്തിയിരുന്ന് എഴുതി കേട്ടോ, അത് ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ എത്രത്തോളം ഗംഭീരമായ മനുഷ്യനാണെന്ന്. അതായത് നമ്മുടെ ഇപ്പോൾ മലയാള ഗാന രചനയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, പണ്ട് അഭയദേവ്, അതിനുശേഷം വയലാർ, പിന്നെ ശ്രീകുമാരൻ തമ്പി സാറ്, ഇങ്ങനെ മഹാരഥന്മാർ കൈവച്ചിരുന്നൊരു മേഖലയാണത്. അപ്പം വിനായകനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, വിനായക് ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരു കവിയോ ഒന്നുമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. പക്ഷേ മനോഹരമായ വരികളാണ് വിനായക് എഴുതുന്നത്. ഇപ്പം ഈ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു കഥാകൃത്താണ്. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം അവൻ എന്നോട്, എൻ്റെ അടുത്ത സുഹൃത്താണ്, അത് അവൻ വിളിച്ചു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗംഭീരമായ വരികളാണ് കേട്ടോ വിനായകൻ്റേത്. അപ്പോൾ അത്രയധികം, അതായത് സാഹിത്യ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഗംഭീരമായ വരികൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള വരികളാണ് വിനായക് എഴുതുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബനാന എഴുതും. അതുപോലെ മറ്റേ ആദരാഞ്ജലിയൊക്കെ ഗംഭീരമായ സാധനമാണ്. ആദരാഞ്ജലി ഞാൻ കേട്ടിട്ടപ്പോൾ ഞാൻ എന്ത് രസമായിട്ടാണ് ഈ ഒരു മരണത്തെ എൻ്റെ അത് രസകരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ആലോചിച്ചാണ്. അപ്പോൾ ഞാൻ എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഓരോ വരി പറയാം കേട്ടോ. ഒന്ന് പവിഴമഴ ഗംഭീരമായ സിനിമ ഒരു ഇതാണ്. കാണാക്കുയിലെ, ആരാധികെ, പിന്നെ തനിയെ മിഴികൾ, അതും ഒരു ഗംഭീരമായ പാട്ടാണ്. പുതിയൊരു പാതയിൽ, പിന്നെ നെഞ്ചകമേ, പർദീസയും അതിമനോഹരമായ വരികളാണ്. പിന്നെ മിന്നി മിന്നി, ജൂണിലെ ഏറ്റവും ഗംഭീരമായ ഒരു പാട്ട്. പിന്നെ ഉയരിൻ നദിയെ, അതോടൊപ്പം തന്നെ രതിപുഷ്പം ഗംഭീരമായതാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തള്ളവൈബിലേക്ക് വരും, പിന്നെ ബനാനയിലേക്ക് വരും, പിന്നെ ആദരാഞ്ജലി, തല തെറിച്ചവർ, ഞാൻ ജാക്സൺ അല്ലടാ, അങ്ങനെയുള്ള കുറേ സാധനം. പിന്നെ ഒരു മനോഹരമായ പാട്ടാണ് ഗബ്രിയേലിൻ്റെ, അതിൻ്റെ മ്യൂസിക്കും അതിമനോഹരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് അതെന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്, നിലാക്കായും വെളിച്ചം എന്ന് പറയുന്ന പാട്ട് എഴുതിയത് വിനായകാണ്. ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ മമ്മൂക്ക ഇങ്ങനെ സീരിയസ് ആയിട്ട് ആൾക്കാരെ കൊല്ലുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിൽ ഓരോ കൊലപാതകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു തമിഴ് പാട്ട് കേൾക്കും. അപ്പം ഞാൻ വിചാരിച്ച, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയ തമിഴ് പാട്ടാണ് അല്ലേ, അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പം ഞാനത് വീണ്ടും കേട്ടപ്പോഴത്തേക്കും ഞാനത് ശ്യാമിനോട് പറയും, ശ്യാമ ഇത് പഴയൊരു പാട്ടെടുത്ത് ഒരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് അത് എഴുതിയതും വിനായകാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ ഹിറ്റായിട്ട് ഓടുന്ന കുഞ്ഞിക്കവൾ മേഘമേ എന്നുള്ള പാട്ട്, നിങ്ങളൊരു സംഭവം കേട്ടോ, വീണ്ടും കൈതരിയാണ്. അപ്പം നമുക്കിങ്ങനെ കുറേ സിനിമാ കഥകളിലൂടെ പോകണം. അതിന് മുമ്പ് നമുക്ക് വോൾവോയിലേക്ക് വരാം. കുറച്ച് ദിവസമായാലും എടുത്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ലോങ് ഒന്നും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. വോൾവോ വളരെ ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. എനിക്ക് ബൈച്ചേട്ടനോട് ഞാൻ കണ്ടപ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യം, എനിക്ക് ഈ പറഞ്ഞ ഓട്ടോമോട്ടീവ് കാര്യങ്ങളിൽ അധികം ഇൻഡെപ്ത് ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ ഉള്ള അറിവ് വെച്ചിട്ട് പണ്ട് മുതലേ ഒരു ഫാസിനേഷൻ തോന്നിയിട്ടുള്ളൊരു ബ്രാൻഡാണ് വോൾവോ. അതിനേക്കാളും വളരെ ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഗുഡ് ലുക്കിംഗ് കാറാന്ന് തോന്നിയിട്ടുള്ളത്. ഗുഡ് ലുക്കിംഗ് എന്നുള്ളത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറാം, കണ്ണിന്റെയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ പോലും എൻ്റെ കണ്ണിന്
ഏറ്റവും ഗുഡ് ലുക്കിംഗ് കാറായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാറാണ് ഈ വോൾവോ XC60 എന്ന് പറഞ്ഞ കാർ. അപ്പോൾ ഇത് പണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ ഒരു വോൾവോ XC60 വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ റിയർ വ്യൂ മിററിലൂടെ നോക്കി അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. ഉറപ്പായിട്ട് ഞാൻ സൈഡ് മാറി കൊടുക്കും. ഇത് കയറി പോകുമ്പോൾ ഞാൻ കുറച്ചു നേരം ബാക്ക് നോക്കിയേക്കും. അപ്പൊ അത്തരത്തിലൊരു വണ്ടിയാണ്. അപ്പൊ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി എന്നുള്ളതിന്റെ ഒരു പര്യായം പോലെ കേട്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതുവരെ അടിപൊളിയാണ്. ബാക്കി എനിക്കൊന്ന് ലോങ് പോയി നോക്കണം. ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ വരെ പോകുന്നു, തിരിച്ചു വന്നിട്ട് XC60 എടുക്കാൻ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അധികം ചോദ്യം പറച്ചിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അങ്ങനെ ജീവിതത്തിൽ നല്ല വണ്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രചോദനം തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ആണ്. സെക്കൻഡ് വെച്ചാൽ നമ്മുടെ ഒരു പരിചയം വഴിയൊക്കെ തന്നെ വന്ന ഒരു വാഹനമാണ്. പക്ഷേ ഇനി പുതിയ വാഹനത്തിലേക്കൊക്കെ എത്താവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും. ഇത്രയും കാലം കണ്ട വാഹനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇങ്ങനെ വളരെയധികം ഒരു ആദരവോടെ കണ്ടത് വോൾവോയെ തന്നെയായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും. ഒന്നാമത് റെയർ ആണല്ലോ. അതായത് ഇവിടെ ബാക്കിയുള്ള ലക്ഷറി ബ്രാൻഡ്സിന്റെ വണ്ടികൾ കാണുന്ന അത്രയും ഇത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ. പിന്നെ ഈ പറഞ്ഞ സ്വീഡിഷ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ എടുത്തു. ഈ മുമ്പത്തെ വെച്ചാൽ ഈ ഒരു തലമുറ വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് ഇവരുടെ ഒരു പ്രശ്നം വെച്ചാൽ ഇവരുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ച്, അത് നമ്മൾ സാധാരണ കാണുന്ന മറ്റ് പ്രീമിയം ബ്രാൻഡുകൾ പോലെ അത്ര അഗ്രസീവ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എഞ്ചിനും ഗംഭീരമായി, നല്ല രസമല്ലേ ഓടിക്കാനൊക്കെ, നല്ല രസം, ഭയങ്കര സ്മൂത്തുമാണ്, എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾവോ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ചോയ്സാണ്. അപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരന് നമ്മൾ ഏറ്റവും എന്താ പറയുക സേഫായിട്ടുള്ള ബ്രാൻഡ് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സിനിമയിലേക്ക് വരാമെന്ന് തോന്നുന്നു അല്ലേ? വരാം. 200 ഗാനങ്ങൾ എഴുതി. ഞാനീ പറഞ്ഞ പോലെ 200 സിനിമകളിൽ പാട്ടുകൾ എഴുതി. 200 സിനിമകൾ എന്ന് പറഞ്ഞാൽ 2013 തുടങ്ങിയിട്ടുള്ളൂ. ഈ കൊച്ചു പയ്യനായി, ഇപ്പം ചെറിയ പ്രായത്തിലാണ് ഇതെല്ലാം നേടിയെടുത്തെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ വലിയൊരു ലൈബ്രറിയിൽ ഉണ്ട് നമുക്കവിടെ. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുസ്തക വായനയെ പറ്റി പറയുമ്പോഴും വലിയ പുസ്തക വായനയും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഓരോ വരികളും വായിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സാധാരണ വലിയ ഒരു സാഹിത്യമൊക്കെ വായിച്ച് വളർന്നവർക്കാണ് ഇത്തരത്തിലുള്ള വരി. ഈ കുഞ്ഞിക്കവൾ മേഘമേ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അതൊരു വലിയ ഉദാഹരണമാണ്. വലിയ സംഭവമൊന്നുമല്ലോ കേൾക്കുമ്പോൾ കുഞ്ഞിക്കവൾ മേഘം. പക്ഷേ കുഞ്ഞിക്കവൾ മേഘമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഇമേജ് ഉണ്ട്. ഇതെങ്ങനെ ഇത് മനസ്സിലേക്ക് വരുന്നു ഇങ്ങനെ ഓരോ സാധനങ്ങൾ? ഇല്ല, പുസ്തക വായന എന്ന് പറയുന്നത് തീരെ ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ പൊതുവെ ഒരു എഴുത്തുകാരൻ എത്ര വായിക്കും എന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കുന്ന അത്രയും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ട് ആണ് പാട്ട് എഴുതാൻ പഠിച്ചതും. അല്ലെങ്കിൽ സിനിമയാണ് ശരിക്കും സാഹിത്യത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതും സംഗീതത്തെയും. അപ്പൊ അങ്ങനെയായിരുന്നു ഈ ജേണി. പിന്നെ വാക്കുകൾ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രതിപുഷ്പം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഇമേജിനറി സാധനം, ഒരു ഇമേജ് ഭയങ്കര സംഭവമാണ്. അതൊക്കെ വന്നു, അതാണ് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം. ഈ രതിപുഷ്പത്തിന്റെ കാര്യം എടുത്താലും നേരത്തെ പറഞ്ഞ കളങ്കാവലിലെ 4-5 തമിഴ് പാട്ടുകളുടെ കാര്യം എടുത്താലും ഒക്കെ സംവിധായകന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മുമ്പ് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയിലെ പാട്ടാണെന്നേ തോന്നാവൂ ആണല്ലേ എന്നുള്ളതാണ്. രതിപുഷ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് 80s തീരം തേടും തിരിയുടെ പാട്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പാട്ടാണ് എന്ന് തന്നെ തോന്നണം എന്നുള്ളതാണ്. അപ്പൊ അത്തരം വാക്കുകൾ ഇപ്പൊ നമുക്ക് പ്രയോഗിക്കാം. രതിപുഷ്പം പൂക്കുന്ന യാമം എന്ന് പറഞ്ഞ് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു പുതിയ പാട്ടിന് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു വരി എഴുതി കൊടുത്ത റിജക്റ്റ് ആവും വേറൊരു സിനിമയിലാണ്. അപ്പൊ അതാണ് അതുപോലെ തന്നെ കളങ്കാവലിലെ പാട്ടുകളിലും ശരിക്കും ആ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ പഴയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പഴയ തമിഴ് പാട്ട് കേൾക്കാൻ. അപ്പൊ അങ്ങനെ ഒരു 80s ഇളയരാജ ടച്ചുള്ള പാട്ടാണെന്ന് തോന്നണം. എന്നാൽ അതല്ല എന്ന് പറയുമ്പോൾ നിലാക്കായും വെളിച്ചമാണെങ്കിലും അതിലെ വൈകൈ നദിയെ അങ്ങനെ 4-5 പാട്ടുകളുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ആളുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതാണ് അതിന്റെ സക്സസ്. എനിക്ക് അതൊരു ഐറണി ഉണ്ടല്ലോ അതിനകത്ത്. നമുക്ക് ക്രെഡിറ്റ് കിട്ടത്തുമില്ല, എന്നാ ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്നതാണ് നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പറയാം എന്നെ പോലുള്ളവരൊക്കെ തപ്പിയെടുത്തു ആരെ എഴുതിയെന്ന്. കാരണം ഞാനത് പലതവണ കേട്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് ആരെഴുതിയായിരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ മറ്റേ വൈരമുത്തു എന്നൊക്കെ പറഞ്ഞ സംഭവത്തിലേക്ക് പോയി. പക്ഷെ നോക്കുമ്പോൾ വിനായക് ശശികുമാർ അതുപോലെ ഇംഗ്ലീഷ് പാട്ടും എഴുതിയിട്ടുണ്ട്. 12th Man എന്നുള്ള സിനിമയിൽ ഇംഗ്ലീഷ് സോങ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തും ചെയ്യും അത് നമ്മള് സിനിമയിൽ നമ്മള് പാട്ട് എഴുതാൻ പോകുമ്പോഴേ നമ്മൾ കവിത എഴുതുന്ന പോലത്തെ ഒരു അപ്രോച്ച് ഒന്നും അല്ല. സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ കുപ്പായി എടുത്ത് അണിയുക, ആ മീറ്റർ പിടിക്കുക എന്നുള്ളതാണ്. നടന്നാലും നമ്മൾ നടപ്പാണ്. അപ്പൊ ഈ ഇപ്പോഴത്തെ പഴയ പാട്ടെഴുത്തുകാരെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സംവിധായകരും അതുപോലെ തന്നെ സാഹിത്യബോധവും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ ഭരതനായാലും പത്മനായാലും പിന്നിലേക്ക് പോയാലും ആരായാലും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് ഈ പാട്ടിനോടൊക്കെ അവർ എത്രത്തോളമാണ്, ഈ പാട്ടിന്റെ വരികളോടൊക്കെ എത്രത്തോളം എന്താ അത്ര നല്ല വരികൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ പുതിയ സംവിധായകരൊക്കെ? ഈ നല്ലത് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ഐഡിയ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇപ്പോൾ വാഴയുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല, വാഴ കാണാൻ ആദ്യ ദിവസം എത്തുന്ന ആൾക്കാരല്ല
ഒരുപക്ഷെ ഒരു അമ്പിളി കാണാത്തുന്നത്, അവരായിരിക്കില്ല മാളികപ്പുറത്തിന് എത്തുന്നത്, അവരല്ല രോമാഞ്ചത്തിന് എത്തുന്നത്. അപ്പോൾ ആരാണോ ഇത് കാണാൻ വരുന്നത് അവരായിരിക്കും ഈ പാട്ട് സ്വാഭാവികമായിട്ട് കേൾക്കുന്നത്. പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടവരാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് പാട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ്. എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം സംവിധായകന്റെ ടേസ്റ്റും അത് തന്നെയായിരിക്കും. അവർ ആദ്യമേ കൃത്യമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പാട്ട്. എല്ലാ മലയാളികളെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാട്ട് എഴുതാനിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ തന്നെ കുറച്ചൊരു ശതമാനം പേരെ ഇപ്പൊ ജൂണിലെ മിന്നി മിന്നി പറഞ്ഞു, അത് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത ജൂണിലെ മിന്നി മിന്നി ആണെങ്കിൽ അതിലെ ആദ്യം തമ്മിൽ എന്നുള്ള പാട്ടാണെങ്കിലും ഒക്കെ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ടാണ് പാട്ട് എഴുതുന്നത്. സ്ത്രീകളിലായിട്ട് കണക്ട് ചെയ്താൽ മതി, അവർക്കത് കണക്ട് ആയാൽ പാട്ട് സക്സസ്ഫുൾ. അപ്പൊ ആവേശത്തിലെ പാട്ട് എഴുതുമ്പോൾ നേരെ തിരിച്ചാണ്, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും ഒരു ഭയങ്കര സംഭവമാണല്ലേ, നമ്മൾ ഓരോ വരികൾ കണ്ടെത്തുന്നതിൽ ഈ ഒരു വലിയ സംഭവം ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും അത് ഉണ്ട്. പിന്നെ ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഈ കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഇപ്പൊ കൊടുക്കുന്നത്. അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളതിന് അപ്പുറത്തേക്ക് വിനായക് ഇത് ഇന്ന പോലെ കണക്ട് ആവേണ്ട ഒരു പാട്ടാണ്, അപ്പോൾ അവരുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് എഴുതൂ. അപ്പോൾ ഞാനിപ്പോൾ ഭാരിച്ച വാക്കുകളൊക്കെ എഴുതിയാലും കേൾക്കുന്നവർക്കത് കണക്ട് ആയില്ലെങ്കിൽ ഡയറക്ടറിനത് കണ്ടതായിട്ട് ആയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് പ്രേക്ഷകർക്ക് എന്താണോ ടേസ്റ്റ് അതിങ്ങനെ വിട്ടുകൊടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. ചെന്നൈയിലായിരുന്നു ജീവിതം ഇത്രയും വർഷങ്ങളോളം അല്ലേ? എന്തായിരുന്നു അവിടെ ചെന്നൈയിലാകാൻ കാര്യം? എൻ്റെ ഫാദറിന് ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ചെന്നൈയിലേക്ക് പോയപ്പോൾ കുടുംബമായിട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും എടുത്തുതരാണ് നിങ്ങൾ? എൻ്റെ അമ്മയുടെ ഫാമിലി തിരുവനന്തപുരത്തു നിന്നും അച്ഛൻ്റെ ഫാമിലി തൃശ്ശൂർ പാലക്കാട് സൈഡിൽ നിന്നുമാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചതും. ചെന്നൈയിലേക്ക് പോകുന്ന കാലം വരെ തിരുവനന്തപുരത്താണ് ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി. പിന്നീട് അവർ തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോഴും ഞാൻ സ്റ്റേ ബാക്ക് ചെയ്തു. ഞാനവിടെ പഠിച്ച് പിന്നെ ജോലി കിട്ടിയത് താല്പര്യമുള്ളൊരു മേഖലയിലാണ്. ഞാൻ ജോലി ചെയ്തത് ഫോർഡിലാണ്. ഫോർഡിൽ പക്ഷേ കാറുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമില്ല, ഡേറ്റ അനലിറ്റിക്സിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്? അല്ല, ഞാൻ ഡേറ്റ സയൻസ് എക്കണോമിക്സ് ബാക്ക് ഡ്രോപ്പിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് അങ്ങനെയാണ് പഠിച്ചു പോയത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഹോൾഡറാണ്. അത് കഴിഞ്ഞിട്ട് ഫോർഡിൽ ജോലി ചെയ്തു. പക്ഷേ സിനിമ അതിന് മുമ്പേ സംഭവിച്ചിരുന്നു കേട്ടോ. ഞാൻ 12 കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കോളേജിൽ കയറാൻ നിൽക്കുമ്പോഴാണ് കുട്ടിയും കോലും എന്നുള്ള എൻ്റെ ഫസ്റ്റ് സിനിമ ഗിന്നസ് ബുക്കിലാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ചെന്നൈയിൽ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയായിട്ട് വലിയ ബന്ധം വരാൻ സാധ്യതയില്ല, തമിഴ് സിനിമയായിട്ടാണല്ലോ അധികം ബന്ധം വരേണ്ടത്. എങ്ങനെയാണ് ഈ മലയാളം മനസ്സിൽ വന്നത്? ഇല്ല, മലയാള സിനിമ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്തെ കാണുമായിരുന്നു. ചെന്നൈ പോയാലും മലയാള സിനിമ തമിഴ് സിനിമ ഒരേപോലെ തന്നെ കണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. മലയാള സിനിമയാണ് നമ്മുടെ മലയാള സിനിമ കാണുമ്പോൾ പ്രധാനമായിട്ട് പാട്ടുകളാണ് ശ്രദ്ധിച്ചിരുന്നത്, അതോ ഒരു മനസ്സിലൊരു സംവിധായകനായിരുന്നു? എന്താണ്? അല്ല, അത് സംവിധാനം ചെയ്യണമെന്നും തിരക്കഥ എഴുതണം എന്നൊക്കെ അന്നേ ആഗ്രഹമുണ്ട്, കഥ തിരക്കഥ എഴുതണമെന്നും. പക്ഷെ നമുക്കൊരു എൻട്രി എന്ന് പറയുന്ന കാര്യം കിട്ടിയത് പാട്ടെഴുത്തിലാണ്. അങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറെ സുഹൃത്തുക്കൾ, മ്യൂസിക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോഴൊക്കെ സാധാരണ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളൊക്കെ ഈ മറ്റേ മ്യൂസീഷ്യൻസും സിംഗേഴ്സും ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വിടുമ്പോൾ പാട്ടുണ്ടാക്കല പരിപാടി. അപ്പോൾ ഒരാൾ കമ്പോസ് ചെയ്യും, അപ്പൊ ഞാൻ പാട്ട് എഴുതും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഓരോ ഒത്തുകൂടലും ഒരു പാട്ടിന്റെ ജനനമാണ്. അപ്പൊ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയപ്പോൾ സിനിമയിൽ എന്തുകൊണ്ട് ചാൻസ് നോക്കിക്കൂടാന്ന് തോന്നുകയും അങ്ങനെയാണ് സിനിമ. കവിത എഴുത്തുണ്ടായിരുന്നോ പണ്ട്? ഇല്ല, കവിത എഴുതും, പക്ഷെ അങ്ങനെ കവി ആവാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കോമ്പറ്റീഷനും പോയി ചേരുമല്ലോ, അത്തരത്തിൽ കവിത എഴുത്ത് കഥാരചന അങ്ങനെ എല്ലാത്തിനും പോയി ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരു കവി ആവണമെന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ചെന്നൈയിൽ ഞാൻ അവിടെ ഒരു ചെന്നൈ മലയാളികളുടെ ഒരു കവി സംഗമം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു വീക്കെൻഡ് ഒത്തുകൂടും, എല്ലാവരും ഒരു കവിത അവതരിപ്പിക്കും. അപ്പൊ അതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ മാസവും ഒരു കവിത എഴുതാൻ ഒരു മോട്ടിവേഷൻ ഒക്കെ ആണല്ലോ ഇങ്ങനെ ഒത്തുകൂടുമ്പോ. അങ്ങനെയൊക്കെ എഴുതി പോകുന്നിരുന്നു ആ സമയത്ത്. അപ്പൊ അതിലൊരു അപ്രീസിയേഷൻ കിട്ടുമായിരുന്നു, നല്ല കവിതയാണ്. എന്നിട്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്കത് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനിമ പാട്ട് എഴുതുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. സിനിമയിൽ എന്ത് ചെയ്താലും ഒരു അറ്റ് ഹോം ഫീലിംഗ് എനിക്ക് സിനിമയിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് വെച്ച് മുമ്പോട്ട് പോയത്. അപ്പൊ എന്നിട്ട് അങ്ങനെ കുട്ടിയും കോലും എന്ന് പറയുന്നത് നമ്മുടെ ഗിന്നസ് ബുക്കിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു. അദ്ദേഹമായിട്ട് പരിചയം ഉണ്ടായിരുന്നു നേരത്തെ? സിനിമ ഫീൽഡിൽ ആരുമായിട്ടും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്പർ തപ്പി പിടിച്ച് ഫോൺ ചെയ്ത് അവസരം ചോദിച്ച് തന്നെയാണ് സിനിമയിലേക്ക്. എൻ്റെ ആദ്യത്തെ 3-4 സിനിമകൾ സംഭവിച്ചത് അങ്ങോട്ട് അവസരം ചോദിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഒരിക്കലും എഴുതിയിട്ടില്ലാത്ത ഒരാളെ എങ്ങനെ അവസരം തന്നത്? പക്രുച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സിനിമയിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൽ ഒരു വിനായകൻ എന്നാ. അപ്പൊ ഞാൻ വിളിച്ച് അവസരം ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ വിനായകൻ എന്നുള്ള പേര് കണക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞു ഒരു സിറ്റുവേഷൻ പറയാം.
ഒരു പാട്ട് എഴുതി തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ 16-17 വയസ്സുള്ള ഒരു പയ്യൻ പാട്ട് എഴുതാൻ ചാൻസ് ചോദിക്കുന്നതിൽ ഒരു കൗതുകം. അപ്പൊ അദ്ദേഹം ഒരു അമ്പലത്തിലെ ഒരു ഉത്സവം, അവിടെ പാടുന്ന ഒരു ഡാൻസ് സോങ്, അപ്പൊ ഗണപതിയുടെ അമ്പലമാണ്. അപ്പൊ അങ്ങനൊരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ട്യൂണൊന്നും ഇല്ല, എഴുതി അയക്കുന്ന പറഞ്ഞു. ഞാൻ തന്നെ ഒരു മനസ്സിലൊരു ട്യൂൺ സങ്കല്പിച്ചിട്ട് ഞാൻ എഴുതി 2 അനുഭവമൊക്കെ ആയിട്ട് വലിയ ഇതൊക്കെ എഴുതി. ഞാൻ ചെന്നൈയിലാണല്ലോ, ഇമെയിലാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിലില്ല, ഒരു ഓഡീഷൻ പോലെ ആയിരിക്കാം അത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിനുശേഷം കൊച്ചിയിൽ ആ സിനിമയുടെ പൂജയ്ക്ക് വരാൻ പറഞ്ഞു. ഷാൻ റഹ്മാൻ ആയിരുന്നു മ്യൂസിക്. അദ്ദേഹം ആ സമയത്ത് സൂപ്പർ ഹിറ്റ് സിനിമകൾ തട്ടത്തിൻ മറയത്തൊക്കെ ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയാണ് ആ സിനിമയിലെ ലവ് സോങ് ആണ് എഴുതിയത്. കരളിൽ ഒഴുകും ഒരോളമായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് സോങ്. ശ്വേതാ മോഹൻ ആണ് പാടിയത്. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് എൻട്രി. അപ്പൊ ശ്വേതയൊക്കെ ചെന്നൈയിലാണല്ലോ, നേരത്തെ പരിചയം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതിന്റെ റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെയും ഒരു ഗ്യാപ്പ് വന്നു. ഈ പാട്ട് അത്ര ശ്രദ്ധിക്കപ്പെട്ടൊന്നും ഇല്ല ആ സമയത്ത്. പിന്നീടാണ് ഈ നീലാകാശം പച്ചക്കടൽ, സെക്കൻഡ് ഫിലിം നീലാകാശം പച്ചക്കടൽ. പക്ഷെ അതൊരു ഭീകരന്മാരുടെ സിനിമയായിരുന്നല്ലോ. എല്ലാ മലയാള സിനിമയിലും അമ്മമാര് അതും ദുൽഖറൊക്കെ അഭിനയിക്കുന്നു. എങ്ങനെ ധൈര്യമായിട്ട് വിളിച്ച് ചോദിച്ചത്? അല്ല, അന്ന് നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ, പോയ ഒരു വാക്കെന്നുള്ളത്. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ എന്റെ ഭാഗ്യത്തിന് വളരെയധികം സ്ഥാനം ഉണ്ടെന്ന് പറയുന്നത് ഇതാ. കാരണം ആ സിനിമയുടെ കമ്പോസിങ് സാധാരണ സിനിമകൾക്ക് ഷൂട്ട് പോകുന്നതിന് മുമ്പല്ലേ. ഈ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അവർ കമ്പോസിങ്ങിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ അതിന്റെ സിറ്റുവേഷൻ കിടപ്പുണ്ടോ? എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. അവരത് തുടങ്ങാൻ വേണ്ടി പാട്ടിന്റെ കമ്പോസിംഗ് ലിറിക്കും ഒക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞാൻ വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നൈയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ചെന്നൈന്നാണ് വിളിക്കുന്നത്. അപ്പൊ സമീർ താഹിർ പറഞ്ഞു എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കോളേജിലുണ്ട്. അപ്പം ലൊക്കേഷൻ അയച്ചപ്പോൾ എനിക്ക് 20 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പരിചയപ്പെടുകയും. അപ്പോൾ അങ്ങനെ സമീറൊക്കെ പരിചയപ്പെട്ടു. എന്നാൽ നാളെ റെക്സ് വിജയൻ എത്തും, ഒന്നിരുന്ന് ശ്രമിച്ചു നോക്ക്, ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഒരു വാക്കാണല്ലോ, ആ ഒരു വാക്കിന്റെ മേളിലാണ് നീലാകാശത്തിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാട്ട് എഴുതാൻ വേണ്ടി പോയിട്ട് നീലാകാശത്തിൽ 3 പാട്ട് എഴുതിയിട്ടാണ്. അതും മറ്റൊരു ഐറണിയാണ്. ഈ പറഞ്ഞ പോലെ ബൈക്ക് റേസറും അല്ല, വാണ്ടർലസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ബൈക്കർമാരുടെ സിനിമയാണ്. എനിക്കന്ന് ബൈക്ക് ഓടിക്കാറിയില്ല. അപ്പോൾ അന്ന് ബൈക്ക് ഓടിക്കാറിയില്ല. എന്നിട്ടാണ് ഇത് എഴുതിയത്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞ് ഈ പാട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആയതും ഇത്തരം ആളുകളുടെ ഇടയിലാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ചെന്നൈയിൽ നിന്ന് ഫ്രണ്ട്സിന്റെ കൂടെ മഹാബലിപുരം എന്ന് പറഞ്ഞിട്ട് റോക്ക് ടെമ്പിൾസ് ഒക്കെ ഉള്ള മഹാബലിപുരത്ത് ഞാൻ പോയി. ഒരു ദിവസം രാവിലെ ഇതേ സമയത്ത് ഇരിക്കുമ്പോൾ കുറെ പേര് ഈ ബൈക്കേഴ്സ് ബുള്ളറ്റൊക്കെ ഓടിച്ച് വന്ന് അപ്പുറത്ത് എവിടെയോ ഇരുന്നു. അവര് പ്ലേ ചെയ്യുന്ന പാട്ടിൽ എന്റെ പാട്ട് കേട്ടു. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഫ്രണ്ട് പോയിട്ട് പരിചയപ്പെട്ടു, ഇവനാണ് ഇത് എഴുതിയെന്നൊക്കെ പറഞ്ഞു. അവര് വന്നിട്ട് ഭയങ്കര, എനിക്കാണെങ്കിൽ ഈ ബൈക്കിന്റെ ABCD അറിയില്ല. ഞാൻ ബൈക്ക് ഓടിക്കുന്ന ആളുമല്ല, ഇങ്ങനത്തെ സോളോ ട്രിപ്പ് ഒന്നും പോകുന്ന ആളുമല്ല. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ മാജിക് മനസ്സിലായത്. അതായത് ഒരാളുടെ ലൈഫിൽ ഇത്രത്തോളം കണക്ട് ചെയ്യുന്ന ഒരു സംഭവം എഴുതാൻ നമുക്ക് പുറമെ നിന്നാലും പറ്റും എന്നുള്ളതാണ് ഒരു ആർട്ടിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അന്ന് മനസ്സിലായതാണ്. പിന്നീട് ഈ പറഞ്ഞ എല്ലാ പാട്ടുകളും എഴുതി, ഇപ്പൊ കുഞ്ഞിക്കവൾ മേഘമയാണെങ്കിലും ആരാധികയാണെങ്കിലും തനിയെ മിഴികളാണെങ്കിലും ഒക്കെ കേട്ടിട്ട് ഒരുപാട് പേരുടെ നീളത്തിലുള്ള മെസ്സേജുകൾ ഇൻബോക്സിൽ വരുമ്പോൾ ഇവരുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഈ പാട്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പൊ എനിക്കിതിൽ പകുതിയും ഇവരുടെ ജീവിതം, ഇവരുടെ പ്രശ്നങ്ങളാണ്. അവർ ഒരുപാട് സങ്കടപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അന്ന് അനുഭവിച്ച അതേ മാജിക്കാണ് ഇന്നും. കാരണം എനിക്ക് ഇവരാരാന്നറിയില്ല, ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഏതോ ഒരു 4 മിനിറ്റ് അവർക്കൊരു ആശ്വാസമാവുന്ന വരികൾ അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോഴും ഈ പ്രൊഫഷനിൽ മുമ്പോട്ട് പോകുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. എനിക്ക് തോന്നുന്നു അതായിരിക്കും. എനിക്ക് തോന്നുന്നത് ശ്രീനേട്ടൻ ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ നമുക്ക് ജീവിതാനുഭവം ഉണ്ടാകാൻ വേണ്ടി തിരക്കുള്ള ബസ്സിൽ തൂങ്ങിക്കിടന്ന് സഞ്ചരിക്കുമെന്നും വേണ്ടത്. ഇതൊക്കെ ഒരു ഭാവനയാണല്ലോ സത്യത്തിൽ. അതൊരു സംഭവം തന്നെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചത് കണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് ഈ വയലാറിനെ ഉൾപ്പെടെയൊക്കെ ഉള്ളവർ അവർ പാട്ട് എഴുതുന്നു, അതിനുശേഷം അതിനനുസരിച്ച് മ്യൂസിക് വരുന്നു. ഇപ്പോഴത്തെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, കാണുന്നവർക്ക് എത്ര പേർക്ക് അറിയാം മറ്റേ കാര്യം? ഏതാ? ബൈചേട്ടന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് അഭയദേവ് എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ ഫോർഫാദർ ഓഫ് ഓൾ മലയാളം ലിറിസിസ്റ്റ് എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരനാണ്. പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എൻ്റെ കുടുംബത്തിൽ നമ്മളിങ്ങനെ ഒരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പൂപ്പൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പം അന്നൊന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ വില അറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും കുട്ടികളെ ഉറക്കുന്ന പാട്ട് പാടി ഉറക്കാം ഞാൻ എന്ന് പറയുന്ന പാട്ടൊക്കെ എഴുതി അദ്ദേഹമായിരുന്നു. നമ്മളൊക്കെ അന്നൊക്കെ ആ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ദക്ഷിണാമൂർത്തി സ്വാമിയും
ശ്രീകുമാരൻ തമ്പി സാറ് യേശുദാസൊക്കെ വരും. അപ്പം നമ്മൾ ഈ ദക്ഷിണാമൂർത്തിയെ കാണുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു ധാരണ നമ്മൾ ഈ സ്വാമി എന്താ ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെ താമസിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഇപ്പം എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന മൊമെൻറ്റ്സ് അതൊക്കെ. അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് 1949 വെള്ളി നക്ഷത്രം സിനിമ വരുന്നതും. അതെ അതെ. ഈ അപ്പൂപ്പൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ ഈ മറ്റേ പാട്ടുപാടി ഉറക്കാൻ ഞാൻ പോലുള്ള പാട്ട് എഴുതും. അതോടൊപ്പം തന്നെ വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി എന്നൊക്കെ പറയുന്ന അന്നത്തെ തമാശ പാട്ടുണ്ട്, അതൊക്കെ എഴുതായിരുന്നു. അപ്പൂപ്പൻ്റെ രൂപം ഭാവം പുള്ളി ഭയങ്കര ഗാന്ധിയനൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഒക്കെ എഴുതുമെന്നുള്ള കാര്യമാണ്. പക്ഷെ അന്നിങ്ങനെയാണല്ലോ, സിറ്റുവേഷൻ എഴുതി കൊടുക്കും, തമാശ എന്നെഴുതിയ പിന്നെ അടൂർ ബാസിയും കൂടെ അഭിനയിച്ചോളുമല്ലോ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ആളാണ് ഇപ്പം വിനായകനെ പോലുള്ളവർ. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു നമ്മളിപ്പം മ്യൂസിക് തന്നിട്ട് ലിറിക്സ് എഴുതുകയാണ് ഇപ്പോഴത്തെ ഒരു പതിവ്? എങ്ങനെയാണ് ഇപ്പോഴത്തെ 99% പാട്ടുകളും മ്യൂസിക് ആദ്യം ചെയ്തിട്ടാണ് വരികൾ എഴുതുന്നത്. അതാണ് എളുപ്പം. എനിക്കിപ്പോൾ അതാണ് എളുപ്പം. കാരണം തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുമായിരുന്നു, എഴുതിയിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പൊ പക്ഷേ ഇതങ്ങ് ശീലിച്ചു പോയി. പിന്നെ ഡയറക്ടേഴ്സിനും ഒക്കെ ഒരു പാട്ട് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതാ എളുപ്പം. അവർക്കൊരു ലിറിക്സ് കണ്ടു കഴിഞ്ഞാല് ട്യൂൺ ഇടുന്നതിന് മുമ്പ് എന്തായാലും അത് ഓക്കെ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ട്യൂൺ അപ്രൂവ് ചെയ്യാൻ ഡയറക്ടേഴ്സിന് എളുപ്പം. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ട്യൂണ് എഴുതിയിട്ട് അത് കമ്പോസ് ചെയ്യാൻ പറ്റുന്നൊരു കാലിബർ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പണ്ടായിരുന്നു കൂടുതൽ. ഇന്നത് നേരെ തിരിച്ച് അവരും യൂസ്ഡ് ആയി. അവരത് കൂടുതലും ഇപ്പോൾ ലോജിക് പ്രോ പോലെയുള്ള പ്രോഗ്രാമുകൾ, മറ്റേ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറുകളിലാണ് മ്യൂസിക് ആദ്യം തുടങ്ങുന്നത് തന്നെ. അവരതിൽ ഇരിക്കുന്നത് തന്നെ. മുമ്പൊരു അടച്ചമുറിയിൽ ഒരു ഹാർമോണിയം വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം അല്ല. അപ്പൊ അങ്ങനെ ഒരു തനത് കമ്പോസർ എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ചിരുന്ന വരികൾ ട്യൂൺ ചെയ്യുന്ന കമ്പോസേഴ്സ് ഇന്ന് കുറവാ. വേറൊരു ഡിസൈനിങ്ങിലേക്ക് അത് മാറി. അപ്പോൾ അവർക്കും കംഫർട്ടബിൾ അതാണ്. അപ്പോൾ ആദ്യം ഞാൻ വരി എഴുതി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, പിന്നീട് അവരുണ്ടാക്കുന്ന ട്യൂൺ ഞാൻ തിരിച്ചെഴുതണം. അപ്പൊ ഞാൻ ആദ്യമേ പറയും നിങ്ങൾ കമ്പോസ് ചെയ്യുന്നതായിരിക്കും സമയം കട്ട് ചെയ്യാൻ നല്ലത്. അങ്ങനെ അല്ലാതെ എഴുതിയ പാട്ട് അല്ല, ഇപ്പൊ ചില പാട്ടുകളിൽ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് ഒക്കെ കുറവാ. ഇപ്പൊ സുഷിനുമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളിലൊക്കെ പാട്ടിന്റെ പേര് ആദ്യമേ നമ്മൾ നിശ്ചയിക്കും, കമ്പോസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. പാട്ടിന്റെ പേര് ഇപ്പോ ആവേശത്തിന്റെ പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ജാട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പാട്ടിന്റെ പേര് ജാട. പാട്ടിനൊക്കെ പേരിടും. അപ്പൊ ജാട കൊള്ളാം. അപ്പൊ സുഷിൻ പോയിട്ട്, പക്ഷെ ആദ്യത്തെ വരിയല്ല അത്, ഹുക്ക് സോങ് ആണല്ലോ. അപ്പൊ കുറെ വരികൾ പാടി പാടി അതിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്നു. തീമാണ്. അപ്പൊ സുഷിൻ കമ്പോസ് ചെയ്യുമ്പോ തന്നെ ജാട എന്ന് പാടിക്കൊണ്ടാണ് ജാട എന്ന് പറഞ്ഞാണ് കമ്പോസ് ചെയ്യുന്നത്. ബാക്കി ലൈൻസ് പിന്നീട് ഫില്ലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ സ്ഥിരം സുഷിനുമായിട്ട് അല്ലെങ്കിൽ ജസ്റ്റിൻ വർഗീസുമായിട്ടും അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് പിന്നെ പരസ്യ ഗാനങ്ങളൊക്കെ എഴുതുമ്പോൾ ആദ്യമേ ഞാൻ വരി എഴുതി കൊടുക്കും. കാരണം അവിടെ കുറേയൊക്കെ അത്തരം ഇമ്പോർട്ടൻറ്റ് വാക്കുകൾക്കാണ് പ്രാധാന്യം ക്ലയന്റിനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കൽ വാങ്ങലിൽ വർക്ക് ചെയ്യാറുണ്ട്. മുഴുവനായിട്ട് എഴുതി കൊടുത്തിട്ട് കമ്പോസ് ചെയ്ത കുറവാണ്. അപ്പൊ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ എഴുതുന്ന പതിവാണോ, അതോ ഈ റെക്കോർഡിംഗ് റൂമിൽ പോയിരുന്ന് അവരുടെ ഇതിനൊപ്പം എഴുതുകയാണോ ചെയ്യുന്നത്? കൂടുതൽ അവിടെ പോയിരുന്ന് എഴുതും. പിന്നെ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വേണം. എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന എനിക്ക് എഴുതാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഡ്രൈവിംഗിലാണ്. അല്ലെങ്കിൽ നടക്കുമ്പോൾ, വാക്കിങ്ങിന് പോകുമ്പോൾ, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. വീട്ടിൽ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ എഴുത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ലഞ്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാട്ടും കഴിഞ്ഞു കാണും. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് പാട്ടെഴുതാൻ വരുള്ളൂ. അടഞ്ഞ മുറിയിൽ ഇരിക്കുമ്പം എനിക്ക് വരില്ല. അതും പ്രകൃതി കണ്ടോണ്ട് അങ്ങനൊന്നും ഇല്ല. മലനിരകൾ കാണുകയോ ഒന്നും വേണ്ട. ഇനി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ ലൈൻസ് വരുമെന്ന് എനിക്കറിയില്ല. ഒന്ന് വേണേൽ പരീക്ഷിച്ച് നോക്കാം. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഫ്ലാറ്റുകളിൽ കുടുങ്ങി പോകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ മുറി ഇരുന്നോ, ഞാൻ പോയിട്ട് ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ടോ അല്ലെങ്കിൽ ബേസ്മെന്റിലെ കാർ പാർക്കിംഗ് എനിക്കൊന്ന് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പറയുന്നത് കാണാം. അവര് തിരിച്ച് കഥ പറയുമ്പോൾ വിനായക് ഇത് എടുത്തോണ്ട് പോയി ട്യൂണും കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ലിറിക്സ് വന്നിട്ട് പോയി എന്നാണ് അവർ പറയുന്നത്. അവരുടെ വെർഷൻ അതാണ്. ഏറ്റവും പെട്ടെന്ന് എഴുതിയൊരു പാട്ട് അതാ, ഹിറ്റായ പാട്ടുകളിൽ ഏറ്റവും പെട്ടെന്ന്? ചില പാട്ടുകൾ വളരെ പെട്ടെന്ന് തീർന്ന പാട്ടുകളുണ്ട്. ഇപ്പൊ നിങ്ങളേക്ക് ഈ ആശാനിലെ കുഞ്ഞിക്കുവൽ മേഘമേ അടക്കമുള്ള പാട്ടുകളൊന്നും ഒരു കറക്ഷനും നടന്നിട്ടില്ല അതിനകത്ത്. ജോണേട്ടൻ അത്രമാത്രം വിശ്വസിച്ച് ജോണേട്ടനാണ് മ്യൂസിക്കും ചെയ്തത്. അതെ. ഗപ്പി അമ്പിളിയുടെയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇതില് 5 പാട്ട് അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളത് കേട്ടത് ആസ്വദിച്ച് കുറെ പ്രാവശ്യം ട്യൂണ് കേട്ട് ഞാൻ ആസ്വദിക്കും. നല്ല ട്യൂണാണെങ്കിൽ എന്നിട്ട് എഴുതാൻ തുടങ്ങുള്ളൂ. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പായിരിക്കും. അധികം കറക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ലോക്ക് ചെയ്യും. കുഞ്ഞിക്കുവൽ മേഘമ അങ്ങനെ ചെയ്തതാണ്.
ഇപ്പൊ രതിപുഷ്പം അങ്ങനെ പെട്ടെന്ന് എഴുതിയതാണ്. വരത്തനിലെ പാട്ടുകൾ പെട്ടെന്ന് എഴുതിയതാണ്. ശരിക്കും വരത്തനിലെ പാട്ടുകൾ അമ്പിളിയിലെ പാട്ടുകളും ഒരു യാത്രയിൽ എഴുതുന്നത്. ഇവിടുന്ന് വരത്തന്റെ ലൊക്കേഷൻ വാഗമണില്. അപ്പോൾ വരത്തന്റെ ആ വീട് അവിടെ പോകുന്നു, അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അമൽ നീരദിനെ കാണുന്നു. അദ്ദേഹം സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. വരത്തനിലെ 2 or 3 പാട്ടുകൾ അവിടെ എഴുതി കൊടുത്തിട്ട് അന്ന് രാത്രി ഒരു ഫ്രണ്ടിന്റെ ബൈക്കുണ്ട്. അപ്പൊ ഞാനും അവനും കൂടെ അവിടെ നിന്ന് നേരെ കട്ടപ്പന പോകുന്നു. അവിടെ അമ്പിളിയുടെ ലൊക്കേഷനാണ്. അവിടെ ഇരുന്നിട്ട് ജാക്സൺ അല്ലടയും ആരാധികയൊക്കെ എഴുതിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ ഒറ്റ ട്രിപ്പായിരുന്നു അത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് എഴുതുന്ന പരിപാടികളും ഉണ്ട്. ഈ തടഞ്ഞു നിന്ന് പോയ പാട്ടുകളുണ്ടോ? ഓ, ഇഷ്ടം പോലെ. പിന്നെ അങ്ങനെ ഹിറ്റായ പാട്ട് ഏതായിരിക്കും? കുറച്ച് സമയം എടുത്ത് ഇല്ല, അങ്ങനെ നിന്ന് പോകുന്ന പാട്ടുകൾ പൊതുവെ ഹിറ്റ് ആവാറില്ല. ഇല്ല. ഫ്ലോ ആണ് അതിന്റെ ഫ്ലോ ആണ് പ്രധാനം. പിന്നെ നമ്മളൊരു ഡ്രാഫ്റ്റ് കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഡ്രാഫ്റ്റ് കൂടെ എഴുതും. അതും വർക്കായില്ലെങ്കിൽ പിന്നെ അധികം കടിച്ചു തൂങ്ങി. കാരണം അത് എന്റെ കുഴപ്പമില്ല, അവരുടെയും കുഴപ്പമില്ല, ടേസ്റ്റുകളുടെ ഒരു മിസ്മാച്ച് വരും. അപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത് ഒരു പക്ഷെ വേറൊരാളെ എഴുതുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ. കാരണം അത് വീണ്ടും പണിതാലും നമുക്ക് അറിയാം, നമ്മൾ കുഴിച്ചെടുത്ത് തന്നെ കുഴിച്ചോണ്ടിരിക്കുന്ന ഒരു ഫീല് നമുക്ക് വരും. ബ്ലോക്ക് വരും. അപ്പൊ പിന്നെ ബെറ്റർ വെർഷൻസ് 2 വെർഷൻസിൽ വന്നാലേ ഉള്ളൂ. 3ാമത്തെ വർഷം മുതൽ അടിപൊളി ലിറിക്സ് ഒന്നും വരാൻ പോകുന്നില്ല. അതിപ്പോ ഒരു കമ്പോസറിന് അങ്ങനെയാണ് കേട്ടോ. ഒരു കമ്പോസറിനെ കൊണ്ട് ഒരുപാട് സ്ക്രാച്ചുകളൊക്കെ ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവർ ആദ്യമേ ഈ ട്യൂൺ കേട്ടോ അവർക്ക് എക്സൈറ്റ്മെന്റ് വരുന്ന ഒരു ട്യൂൺ ആയിരിക്കും അവർ ആദ്യം ചെയ്യുന്നത്. ആ ടേക്ക് ഒക്കെ ആയിരിക്കും എപ്പോഴും നല്ലത്. പൊതുവെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു സുഷിൻ ശ്യാമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകൻ തോന്നുന്നു അല്ലേ? ഒരു അങ്ങനെയില്ല കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ വേറെ റോമൻ സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മലയം കുഞ്ഞില്. ശരിയാണ്, മലയം കുഞ്ഞ്. ശങ്കരേശൻ ലോയായിട്ട് ഇപ്പൊ ചത്താപ്പച്ചയിൽ വർക്ക് ചെയ്തു. വിദ്യാസാഗർ സാറുമായിട്ട് 2 സിനിമകളിൽ സോളമന്റെ തേനീച്ചകളിലൊക്കെ അങ്ങനെ. SP വെങ്കടേഷ് സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. യങ്ങായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരിൽ ജെക്സ് ബിജോയ് ആയിട്ടും കൈലാസ് ആയിട്ടും റക്സ് വിജയനാണ് എന്റെ ആദ്യത്തെ ഒരു 5-6 സിനിമകളിൽ ഉണ്ടായിരുന്നത്. ഹിഷാമായിട്ടും അങ്ങനെ ഒരുപാട് പേരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളൊന്നും ഇല്ല. പക്ഷെ ഇവരുടെയൊക്കെ ടേസ്റ്റ് എനിക്കറിയാം. സുഷിൻ വിളിച്ചു കഴിഞ്ഞാൽ സുഷിൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകൾ സുഷിനോട് പറഞ്ഞാൽ മതി. പരസ്പരം ഞങ്ങൾക്ക് അത് അറിയാം. ജസ്റ്റിനാണെങ്കിലും അങ്ങനെ തന്നെ. എന്താണ് ഇപ്പൊ ബിബിൻ അശോക് ഇപ്പൊ നമ്മുടെ ഓണം മൂഡ് തള്ള വൈബൊക്കെ ചെയ്തത് ബിബിൻ അശോക്. ബിബിനായിട്ട് ഇപ്പൊ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിബിനുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു പാട്ടിന് മുമ്പ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ പാട്ട് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ടതെന്നുള്ളത് പറയാനറിയാം. ഇത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലാക്കി. വിദ്യാസാഗർ സാറിന്റെ അടുത്ത് അങ്ങനെയല്ല.